കോഴിക്കോട് ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്തിൽ UDF ഭരണം പിടിച്ചതിന് പിന്നാലെ പഞ്ചായത്ത് ഓഫീസിൽ വെള്ളം തെളിച്ച് പ്രതീകാത്മകമായി ശുദ്ധീകരിച്ച ലീഗ് പ്രവർത്തകരുടെ വിജയാഹ്ലാദത്തിൽ വിവാദം. ചാണകവെള്ളം തെളിച്ച് ശുചീകരിച്ചത് നിലവിലെ പ്രസിഡന്റിനെ ജാതീയമായി അധിക്ഷേപിക്കുന്നതാണെന്ന് CPM ആരോപിച്ചു. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ്ഷിപ്പ് പട്ടികജാതി വിഭാഗത്തിന് സംവരണം ചെയ്ത പഞ്ചായത്താണ് ചങ്ങരോത്ത്. അങ്ങനെയാണ് ഞാൻ ഈ പഞ്ചായത്ത് പ്രസിഡന്റ്ഷിപ്പിലേക്ക് എത്തുന്നത്. സ്വാഭാവികമായും പഞ്ചായത്ത് പ്രസിഡന്റ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ടാണ് ഇത്തരം ഒരു പൊതുസമൂഹത്തെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഷബീർ അമർ വിവരങ്ങൾ നൽകും. ഷബീർ, എന്താണ് ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായത്? എന്താണ് ജാതി അധിക്ഷേപമെന്ന് CPM ആരോപിക്കാനുള്ള കാരണം? അനീഷ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെയാണ് ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്തിൽ ലീഗ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനം നടത്തിയത്. ഈ പ്രകടനത്തിനിടെയാണ് ചില ലീഗ് പ്രവർത്തകർ ചങ്ങരോത്ത് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തി ബക്കറ്റിൽ വെള്ളവുമായാണ് എത്തിയത്. വെള്ളം തെളിച്ച് ചൂലുപയോഗിച്ച് പ്രതീകാത്മകമായി പഞ്ചായത്ത് ഓഫീസ് ശുചീകരിക്കുന്ന രീതിയിൽ അവർ വിജയാഹ്ലാദം നടത്തിയത്. ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ CPM ആരോപണവുമായി രംഗത്തെത്തി. ചാണകവെള്ളമാണ് തെളിച്ചത് എന്നാണ് CPMന്റെ ആരോപണം. അത് തന്നെ നിലവിലെ പ്രസിഡന്റായിട്ടുള്ള ഉണ്ണി വേങ്ങേരിയെ ജാതീയമായി അധിക്ഷേപിക്കുന്ന നടപടിയാണ് ലീഗ് പ്രവർത്തകർ നടത്തിയത് എന്നുമാണ് CPM ആരോപിച്ചത്. ഉണ്ണി വേങ്ങേരിയും സമാനമായ രീതിയിൽ തന്നെയാണ് പ്രതികരണം നടത്തിയ അല്പസമയം മുമ്പ് നമുക്ക് കേട്ടത് ആ പ്രതികരണമാണ്. അദ്ദേഹം പറയുന്നത് സമീപത്തെ മറ്റ് പഞ്ചായത്തുകളിൽ കൂടി UDFന് വിജയം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടങ്ങളിലൊന്നും ഇല്ലാത്ത വിധത്തിലുള്ള വിജയാഹ്ലാദ പ്രകടനം ഈ ചങ്ങരോത്ത് പഞ്ചായത്തിൽ നടത്തിയത് തനിക്കെതിരായ ജാതി അധിക്ഷേപമാണ് എന്നാണ് ആക്ഷേപം. അതേസമയം ഇത് CPM ജാതിയുമായി വിഭജനം നടത്താൻ ഉപയോഗിക്കുകയാണ് എന്നാണ് UDFന്റെ വിശദീകരണം. വെള്ളം തെളിച്ച് കുറച്ച് വിജയാഹ്ലാദവുമായി ബന്ധപ്പെട്ട് ആവേശത്തോടെ പ്രവർത്തകർ നടത്തിയ പ്രവൃത്തിയാണ് ഈ കണ്ടത്. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഈ ഉണ്ണി വേങ്ങേരി ഉൾപ്പെടെയുള്ളവർക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നതുമായാണ് UDFന്റെ വിശദീകരണം. അനീഷ.